കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. സ്കൂളിൽ ജീവനക്കാരുടെയും PTയുടെയും യോഗം ഇന്ന് ചേരുന്നുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന് ഇന്ന് വിശദീകരണ റിപ്പോർട്ട് കൈമാറും. വിവരങ്ങൾ മനോജ് നൽകും. മനോജ്, കേരളക്കരയെ ഒന്നാകെ കരഞ്ഞ സംഭവമാണ് മിഥുന്റെ മരണം. സർക്കാരൊക്കെ തന്നെ ഇതിൽ നിന്ന് കൈകഴുകാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ സിസ്റ്റത്തിന്റെ പ്രശ്നം, ആ സിസ്റ്റം എന്ന വാക്കിൽ ഒതുക്കി തീർക്കാനാണ് ശ്രമം നടക്കുന്നത്. എന്തായാലും ഇന്ന് വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഖി, തീർച്ചയായും കേരളക്കരയാകെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റ് ഭരിക്കുന്ന ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിയുന്നു. അധികാരികളുടെ അനാസ്ഥ മൂലം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു. ഇതിലൊക്കെ തന്നെ ആദ്യം മാനേജ്മെന്റിനെ സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. പോലീസ് പ്രാഥമികമായി ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല, അതായത് DYSPയുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം തുടങ്ങിയിരുന്നത്. അതിനുവേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെയും ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘമാണ് ഈ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ മാനേജ്മെന്റ് ഭാരവാഹികളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഷെഡ് വെച്ച ആ സമയത്തുള്ള, അതായത് വർഷങ്ങൾക്ക് മുൻപാണ് ആ ഷെഡ് അവിടെ പണിയിച്ചത്. അനുമതി തേടാതെ ഈ ഇലക്ട്രിക് ലൈനിന്റെ താഴെ ഈ ഷെഡ് പണിയിച്ചു. ആ സമയത്തുള്ള മാനേജ്മെന്റ് ഭാരവാഹികളുടെയും മൊഴി എടുക്കുമെന്നാണ് അറിയിച്ചത്. എന്തായാലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ആദ്യഘട്ടത്തിൽ ചുമത്തുക. അതിനുശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വകുപ്പുകൾ മാറുക. എന്തായാലും അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം, അതായത് മിഥുൻ മരിച്ച ദിവസം കേസെടുത്തിട്ടുള്ളത്. അതിൽ നിന്നും വകുപ്പ് മാറി ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതിൽ നിന്നും ഇനി കുറ്റകരമായ നരഹത്യയിലോട്ട് അതിൻ്റെ തെളിവുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ പരിശോധനകളൊക്കെ തുടരും. അതേസമയം തന്നെ ഈ മിഥുൻ്റെ മരണശേഷം സ്കൂൾ നാളെയാണ് തുറക്കുക. ഇന്ന് PTA യോഗം ചേരും. അതോടൊപ്പം തന്നെ ജീവനക്കാരുടെയും യോഗം ചേരും. ഈ മിഥുന്റെ വീട്ടിലേക്ക് ധനസഹായം നൽകുമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അസംബ്ലിയിൽ ഈ അനുശോചന യോഗമുണ്ടാകും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകാനും തീരുമാനമായിട്ടുണ്ട്. ചൈൽഡ് ലൈനിന്റെ ഉദ്യോഗസ്ഥരെത്തിയാണ് വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുക. കാരണം ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം, ഈ അപകട മരണം കണ്ടുകൊണ്ടു നിന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷോക്കിൽ നിന്നും വിദ്യാർത്ഥികൾ ഇതുവരെയും മുക്തരായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. അതുകൊണ്ട് ആ നടപടികളിലേക്ക് കൂടി കിടക്കും. അതേസമയം തന്നെ മറ്റൊരു കാര്യം, ഈ മാനേജ്മെന്റിനോട് വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ആ വിശദീകരണം നൽകുവാനുള്ള തീരുമാനവും ആയിട്ടുണ്ട്. ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും പോലീസ് എടുത്തിട്ടുള്ള കേസിൽ ഈ മാനേജ്മെന്റ് ഭാരവാഹികളും അതോടൊപ്പം തന്നെ KSEB ഉദ്യോഗസ്ഥരും ഈ ഫിറ്റ്നസ് നൽകിയിട്ടുള്ള പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറും പ്രതികളാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവർക്കെതിരെയാകും കേസെടുക്കുക. പിന്നീട് തുടരന്വേഷണത്തിലാണ് വകുപ്പുകൾ മാറുക. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വിവിധ സംഘടനകൾ പ്രതിഷേധം തുടരുന്നുണ്ട്. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ, ഈ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ മാർച്ച് സ്കൂളിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനാണ് ഈ മാർച്ച് നയിക്കുന്നത്. അത്തരത്തിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കാരണം പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഈ കേസിൽ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. കാരണം CPM നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു അയഞ്ഞ മട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്കൂളിൽ ജീവനക്കാരുടെയും PTയുടെയും ഒക്കെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന് ഇന്നൊരു വിശദീകരണ റിപ്പോർട്ട് കൈമാറുകയും ചെയ്യും. എന്തായാലും ആ റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും എന്താണ് ഇവരുടെ ന്യായീകരണങ്ങൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക.